വാട്സ്ആപ്പ് യൂട്യൂബ്. നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ലൈം ബോൾസ് കണ്ടുപിടിക്കാൻ പോവാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു അടുത്തെങ്ങും ഇതേപോലെ ഈ ഒരു സ്ലൈം ബോൾ എന്ന് പറയുന്ന സാധനം നമുക്ക് കിട്ടാനൊരു ചാൻസും ഇല്ല. കിട്ടാത്ത സാധനമാണ് ഞാനിപ്പോൾ ആദ്യം തന്നെ മെയിനായിട്ടും കളക്ട് ചെയ്ത് വെക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ എന്തെങ്കിലും ഒരു ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പോകുമ്പോഴത്തേക്ക് ലാസ്റ്റ് അയ്യോ ഇതില്ലല്ലോ എന്നും വിചാരിച്ച് അപ്പം നമ്മൾ തപ്പിപ്പോവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോഴേ തന്നെ ഈ ഒരു കാര്യം എല്ലാം സെറ്റാക്കുന്നത്. അതേപോലെ തന്നെ ഇന്നലെ ഞാൻ മൈനിങ്ങിന് പോയി കുറച്ച് അയണും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്നിപ്പോൾ കുറേ മീനെയും തല്ലിക്കൊന്നിട്ടുണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വീറ്റ് ബോൺവീൽ ചെയ്യാൻ വേണ്ടിയാണ്. ആ ഒരു സീഡ് നമുക്ക് ബോൺവീൽ ചെയ്ത് ഇതേപോലെ വീറ്റ് ആക്കാൻ വേണ്ടിയാണ്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു കൗ പ്രഷർ ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ എന്തായാലും ആ ഒരു സ്ലൈമാണ് കളക്ട് ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പോൾ അത് ചെയ്യാനുള്ള മെയിൻ കാരണം ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള നമ്മുടെ അടുത്തെങ്ങും കിട്ടാത്ത സാധനങ്ങളൊക്കെ നമ്മൾക്ക് ആദ്യം തന്നെ കളക്ട് ചെയ്ത് വയ്ക്കാം. അതാകുമ്പോൾ പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ പോകുമ്പോഴത്തേക്ക് ഈ ഒരു കാര്യം കയ്യിലില്ലല്ലോ എന്ന് നമുക്ക് ഓർക്കണ്ടല്ലോ. എന്നുവെച്ചാൽ നമ്മുടെ കയ്യിൽ ആ സാധനമുണ്ട്, നമുക്ക് എപ്പോൾ വേണേലും അത് ഉണ്ടാക്കാം. ആ ഒരു രീതിയിൽ നമുക്ക് മുന്നോട്ട് പോവാം. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു സ്ലൈം ബോളിന് വേണ്ടി നമ്മുടെ സ്വാമ്പിലോട്ട് പോകാൻ പോകുന്നത്. എൻ്റെ കയ്യിൽ ഇനി ആപ്പാട് ഈ ഒരു 9 ഹേബിയിലും കൂടിയേ ഉള്ളൂ. ഇതും കൂടി തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനിവിടെ പട്ടിണിയായിരിക്കും. എന്തായാലും നമുക്ക് 21 ബ്രെഡ് ഉണ്ട്. ഇപ്പം എന്തായാലും കയ്യിൽ 24 ബ്രെഡ്. എന്നാൽ പിന്നെ കയ്യിലുള്ള എല്ലാ ഹേബിയിലും അങ്ങ് ബ്രെഡ് ഉണ്ടാക്കിയേക്കാം. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു അയൺ വെച്ച് നമ്മുടെ അയൺ ടൂൾസും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയേക്കാം. നമ്മൾ ഓൾറെഡി നേരത്തെ തന്നെ അയൺ ആർമറൊക്കെ സെറ്റ് ആക്കിയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അയൺ ടൂൾസും കൂടി മതി. നമ്മൾ സെറ്റാക്കിയതല്ല, വില്ലേജറിൻ്റെ അടിച്ചു മാറ്റിയതാണ്. എന്നാലും നമ്മുടെ കയ്യിലാണല്ലോ ഇപ്പം അതൊക്കെ ഇരിക്കുന്നേ, അതുകൊണ്ട് നമ്മൾ സെറ്റാക്കിയെന്ന് പറഞ്ഞാൽ മതി. ഇനി വേറൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. നമുക്കിനി നേരെ അങ്ങോട്ടേക്ക് പോയാൽ മതി. അപ്പോൾ എന്തായാലും നമ്മൾ ഇനിയൊരു സാമ്പിൾ എത്തുന്നവരെ നമുക്കിങ്ങനെ ഓടിക്കൊണ്ട് തന്നെ ഇരിക്കാം. ഓക്കെ, ഇവിടെ അത്യാവശ്യം വലിയൊരു കേവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ അകത്തോട്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും അത്യാവശ്യം അയണും കാര്യങ്ങളൊക്കെ കിട്ടുമെന്നറിയാം. പക്ഷെ നമ്മൾ അങ്ങോട്ടൊന്നും പോകണില്ല, അതിലോട്ടൊന്നും നമ്മളിപ്പോൾ കടക്കുന്നില്ല. നമ്മുടെ വേൾഡിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ മൊത്തത്തിൽ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുക. വലിയ കേവ് അങ്ങനെയൊക്കെയാണ് ഈ ഒരു സൈഡ് പോകുന്നത്. അവിടെയായിട്ട് അയണൊക്കെ ഇരിപ്പുണ്ട്. എന്തായാലും അതൊന്നും നമ്മൾ നോക്കണ്ട, നമ്മളിപ്പോൾ സ്വാമ്പിൽ പോകാനാണ് ഇറങ്ങിയത്. നമുക്ക് എന്തായാലും സ്വാമ്പ് തപ്പി തന്നെ മുന്നോട്ട് പോവാം. ഞാൻ ഈ ബ്രെഡ് കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് നെയ്റ്റ് ആവുന്നതായിരിക്കും. ഞാൻ കഴിച്ച് കഴിഞ്ഞില്ല, ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു. ഇപ്പം നെയ്റ്റായി കണ്ട. എനിക്കറിയാം. ഓ, പിന്നെയും ആ ഒരു ലാഗ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെയും ആ ഒരു ലാഗ് വരുന്നുണ്ട്. അതെ, അവിടെ ഒരു വില്ലേജ് ഉണ്ട്. അവിടെ ഇത് എന്തുവാടെ, എന്തൊരു പ്രത്യേകതരം ലാഗുണ്ട്, ഒരു പ്രത്യേകതരം ലാഗ്. മിക്കവാറും ഇപ്പോൾ വരും, കണ്ടോണേ. മിക്കവാറും ഇപ്പോൾ ഒരു ലാഗ് വരുവേ. അങ്ങനെയാണ്, നോക്കി നിൽക്കുമ്പോൾ വരൂല. നമ്മൾ കണ്ണും പൂട്ടി നിൽക്കുമ്പോഴായിരിക്കും വരുന്നത്. നമ്മളിപ്പോൾ ഓടി ഓടി ഏതോ ഒരു വില്ലേജിലോട്ട് എത്തിയിട്ടുണ്ട്. ഭൂമിൻ്റെ അടിയിലോട്ടൊക്കെ ഇറങ്ങിപ്പോണ്. മൈൻക്രാഫ്റ്റിൻ്റെ ബഗ് ആണോന്ന് അറിയാൻ പാടില്ല. കണ്ട, ആ ഒരു സ്റ്റെപ്പൊക്കെ കയറുമ്പോൾ എന്തോ ഒരു കുഴപ്പമുണ്ട്. ഓക്കെ, ഇവിടെ നേരത്തെ തന്നെ വന്നേന്ന് തോന്നുന്നു. ഇവിടെ നിന്നാണോ എനിക്ക് ഞാൻ അയൺ ആർമർ കിട്ടിയേ? ഇവിടെ നേരത്തെ വന്നിട്ടുള്ള കണ്ട, അവിടെ നിന്നുണ്ടോ? ഞാൻ പെട്ടെന്ന് ബാക്ക് വലിനെ കണ്ട. എന്തൊക്കെയോ കുഴപ്പമുണ്ട്. ഇവിടെ ഒന്നും അല്ല, നമുക്ക് ഹേബിയയിൽ കിട്ടുമോ നോക്കാം. ഇവിടെ ഒന്നും അല്ല. ഹേബിയയിലല്ല. ഇവിടെ എന്താണ് ഈ കുഴപ്പമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വെയിറ്റ്, ഞാൻ എൻ്റെ മൗസും കീബോർഡും ഒന്നും കൂടി ഒന്ന് ഊരിയിട്ട് കണക്ട് ചെയ്യാം. ഇപ്പോൾ ഓക്കെ ആണോ? അല്ല, ഇത് ഗെയിമിൻ്റെ പ്രശ്നമാണ്, മൗസിൻ്റെയും കീബോർഡിൻ്റെ അല്ല. ഇത് ഗെയിമിൻ്റെ എന്തോ പ്രശ്നമാണ്. കണ്ടില്ലേ? കണ്ട ചാടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഈ വില്ലേജിലോട്ട് നേരത്തെ തന്നെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് ഇവിടെയുള്ള ഫുഡും കാര്യങ്ങളെല്ലാം ഞാൻ അടിച്ച് വാരിക്കൊണ്ടാണ് പോയിരിക്കുന്നത്. ഇവിടെയുള്ള ഫുഡും കാര്യങ്ങളെല്ലാം ഞാൻ അടിച്ച് വാരിക്കൊണ്ട് പോയിട്ടുണ്ട്. എന്തുവാടെ ഇത്? എന്തൊക്കെയോ കുഴപ്പമുണ്ട്. നമ്മളെന്തായാലും കുറേ നേരമായിട്ട് നമ്മൾ ഓടിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. നമുക്കിനി കുറച്ച് നേരം ബോട്ടിൽ പോവാം. എനിക്ക് ബോട്ടിൽ ഇങ്ങനെ വളഞ്ഞും തിരിഞ്ഞൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. കണ്ട, ഇതേപോലെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു വേൾഡിൽ മിക്ക ഭാഗങ്ങളും പ്ലെയിൻസ് ആണ്. ബാക്കിയുള്ള ബയോമൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് അത്രയും പാടായിരിക്കും. കാര്യം ഇവിടെ കൂടുതലുള്ളത് പ്ലെയിൻസ് ആണ്. സ്വാമ്പ് കിട്ടി. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും നോയ്സ് ഉണ്ടെങ്കിലോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യം വല്ലതും ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കുക.
മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടി അലവലാതി. നമുക്കെന്തായാലും ഈ ഒരു ലില്ലി പാഡ് ഇതേപോലെ എടുത്ത് കൈ വെച്ചേക്കാം. കാര്യം നമ്മുടെ അവിടെയെങ്ങും ഇത് കിട്ടൂല. ഇനി ഇത് കിട്ടണമെങ്കിൽ തന്നെ നമ്മൾ ഇത്രയും ദൂരം ഓടി വരണം. ലില്ലി പാഡും ഈ ഒരു നീലപ്പൂവും ഇത് രണ്ടും നമുക്ക് എടുത്ത് കൈ വെച്ചേക്കാം. ഇനി നമ്മുടെ കയ്യിൽ സ്ലൈമും എല്ലാം വരണമെന്നുണ്ടെങ്കിൽ നെയ്റ്റ് ആവണം. അപ്പോൾ ഇനി അതുവരെ നമുക്ക് സാമ്പിൽ തന്നെ വെറുതെ ചുറ്റിക്കറങ്ങി നിൽക്കാം. അതുകൊണ്ടൊരു മഷ്റൂം കിട്ടി. ഇതിങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും മഷ്റൂം. അങ്ങനെയാണല്ലേ? ഓക്കെ. അല്ല, അത് വെട്ടിക്കഴിഞ്ഞാൽ എന്തായാലും കിട്ടുന്നുണ്ട് മഷ്റൂം. ഭാഗ്യം ഉണ്ടെങ്കിലെന്നല്ല, എന്തായാലും ഒരു മഷ്റൂം കിട്ടുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഈ ഒരു മോഡിലത്തെ സാധനമാണ് ഈ ഒരു മഷ്റൂമിന് വേണ്ടി നമ്മൾ വെട്ടേണ്ടത്. 18 കിട്ടി റെഡ് മഷ്റൂം. എന്തായാലും ഇപ്പം നെയ്റ്റായി വരുന്നുണ്ട്. പതിയെ പതിയെ നെയ്റ്റായിട്ട് വരുന്നുണ്ട്. നെയ്റ്റായി വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ വേട്ടയ്ക്കിറങ്ങാൻ സമയമായി. ഞാനൊന്ന് ബ്രൈറ്റ്നസ് കൂട്ടട്ടെ. ഓക്കെ, ബ്രൈറ്റ്നസ് ഒക്കെ കൂട്ടിയിട്ടുണ്ട്. എങ്ങനെയാലും നമുക്ക് ഈ ഒരൊറ്റ നെയ്റ്റ് തന്നെ മാക്സിമം സ്ലൈമിനെ കണ്ടുപിടിക്കാൻ നോക്കണം. ഇവിടെ കുറേ സോംബി ഉണ്ട്, ക്രീപ്പർ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ധാരാളം ഉണ്ട്. പക്ഷെ സ്ലൈമിനെ മാത്രം കാണുന്നില്ല. നമ്മൾ തേടി വന്നത് മാത്രം ഇവിടെയെങ്ങും ഇല്ല. ബാക്കിയുള്ള എല്ലാ ചവറും ഇവിടെയൊക്കെ തന്നെ കിടന്ന് കറങ്ങുന്നുണ്ട്. ഇത്രയും വലിയ സാമ്പിൾ ഞാൻ ഇതുവരെ ഒറ്റ സ്ലൈമിനെ പോലും കണ്ടിട്ടില്ല. എന്തൊരു കഷ്ടമാണെന്ന് നോക്കിയ. ഒരെണ്ണത്തിനെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. ഒരു സ്ലൈമിനെ കണ്ട്, ഒരു സ്ലൈമെങ്കിൽ ഒന്നെന്നും പറഞ്ഞടിച്ചാണ്. അതിനെ പോലും കിട്ടിയില്ല. ആപ്പാട് ഞാൻ കണ്ട ഒരു കുട്ടി സ്ലൈമിനാണ് ഇപ്പം. അതിനെ പോലും നേരെ നമുക്ക് കിട്ടിയിട്ടില്ല. പോയിസണും കിട്ടി. നന്നായി. കാര്യം ഈ ഒരു സ്വാമ്പ് ഭയങ്കര വലിയൊരു സ്വാമ്പൊക്കെ തന്നെയാണ്. പക്ഷേ ഇതേപോലെ സ്ലൈം ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ സ്വാമ്പ് കൊണ്ട് എന്ത് ഉപയോഗമാണ്? ബാക്കിയുള്ള ബയോമൂലം തന്നെ ആയിരിക്കും സ്വാമ്പ്. കിട്ടി. അതാരാ? ക്രീപ്പർ. അത് ക്രീപ്പർ. ഇവിടെയും ക്രീപ്പർ നിൽക്കുന്നു. ഇത് പിന്നെയും ക്രീപ്പർ. ഇത് എവിടെ തിരിഞ്ഞാലും ക്രീപ്പറാ. അതേ ഒരു സ്ലൈമിനെ കിട്ടി. 2 സ്ലൈം. പിന്നല്ല, വാ മക്കളെ, ഞാൻ നിങ്ങളെയും കാത്താണ് ഇരുന്നത്. വാ എല്ലാരും വാ. എല്ലാത്തിനെയും പഞ്ഞിക്കിടാം. എല്ലാരും വാ. കുറെ തരണേ ഇക്കാക്ക്. കുറെ ബോൾസാ ഇക്കാക്കാക്ക്. കുറെ ബോൾസ്. അതെ, ഒരുത്തന്റെ അടി വാങ്ങിക്കാനായിട്ട് ചാടി വരുന്നുണ്ട്. ഞാൻ വിചാരിച്ച പോലെ ഒന്നുമല്ല. ഈ സ്വാമ്പ് നല്ല സ്വാമ്പ് തന്നെയാണ്. അത്യാവശ്യം സ്ലൈമും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അത് സ്പോൺ ആവാൻ കുറച്ച് ലേറ്റ് ആയെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കിപ്പോൾ തന്നെ 11 സ്ലൈം ബോൾ കിട്ടി. എന്നാലും 11 സ്ലൈം ബോളൊന്നും കിട്ടിയാൽ പോരല്ലോ. ഇത്ര നേരം ഇവിടെ കിടന്ന് ഇറങ്ങിയിട്ടും. നമുക്കിനിയും കിട്ടുമോന്ന് നോക്കാം. ഇങ്ങനെയാണെങ്കിൽ മിക്കവാറും ഞാൻ മേടിച്ചോണ്ടേ പോകത്തുള്ളൂ. അപ്പം നമുക്കെന്തായാലും ഈ 11 സ്ലൈം ബോൾസ് തന്നെ കിട്ടിയുള്ളൂ. ഒരുപാടൊന്നും കിട്ടി. അയ്യോ, അതെന്തോ പോയേ? ആറാ അത്? അപ്പോൾ എന്തായാലും നമുക്കിനി നേരെ വീട്ടിലോട്ട് എത്താനുള്ള വഴികൾ നോക്കാം. അപ്പോൾ എന്തായാലും നിങ്ങളെ ഞാനിനി വീട്ടിലോട്ട് എത്തിക്കഴിഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് എന്തെങ്കിലും വാല്യൂബിൾ ആയിട്ടുള്ള കാര്യങ്ങളോ എല്ലാം കണ്ടാലോ കിട്ടിയാലോ വല്ലതും നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ കുറേ നേരം കിടന്ന് ഓടി നമ്മുടെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ദേ കാണുന്നതാണ് നമ്മുടെ വീട്. നമ്മളെപ്പോൾ എവിടെയൊക്കെ പോയിട്ട് വന്നാലും കറക്റ്റ് ഈ ഒരു വഴിക്ക് തന്നെ ആയിരിക്കും നമ്മൾ വീട്ടിലോട്ട് കയറുന്നത്. അത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോൾ എവിടെയൊക്കെ ലോങ് പോയിട്ട് വന്നാലും കറക്റ്റ് ഈ ഒരു റൂട്ടിൽ കൂടെ തന്നെ ഞാൻ വരത്തുള്ളൂ. അല്ലാതെ ഇതിൻ്റെ ബാക്കിൽ കൂടെയോ അപ്പുറത്തുകൂടെയോ ഒന്നും ഞാൻ വരത്തില്ല. എപ്പോഴും ഈ ഒരൊറ്റ സെയിം വഴി കൂടെ ആയിരിക്കും ഞാൻ വരുന്നത്. അതെന്താണ് അങ്ങനെയൊന്നും എനിക്ക് അറിയാൻ പാടില്ല. എന്തായാലും നമ്മൾ 2000 ബ്ലോക്ക് അപ്പുറത്ത് പോയി ആപ്പാട് ഈ ഒരു 11 സ്ലൈം ബോൾ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഫുഡ് ഏറെക്കുറെ തീർന്നിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഇനി ആപ്പാട് ഈ ഒരു 3 ബ്രെഡും കൂടെ ഉള്ളൂ. ഇതും കൂടി തീർന്നു കഴിഞ്ഞാൽ ഫുഡിൻ്റെ കാര്യത്തിലും കൂടി തീരുമാനമാവും. സ്വാമ്പിലോട്ട് പോയപ്പോൾ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 11 സ്ലൈമും കൊണ്ട് വരുമെന്നല്ല ഓർത്തത്. അത്യാവശ്യം സ്ലൈമും കാര്യങ്ങളൊക്കെ ആയി കാണുമെന്നൊക്കെയാണ് ഓർത്തത്. പക്ഷേ ഈ ഒരു നമ്മുടെ സ്ലൈമിൻ്റെ ആ ഒരു സ്പോൺ റേറ്റ് ഭയങ്കര കുറവായിരുന്നെന്ന് തോന്നുന്നു. ആപ്പാട് 2 സ്ലൈമിനെ നമ്മൾ ആപ്പാട് കണ്ടുള്ളൂ. ആ ഒരു വലിയ 2 സ്ലൈമിനെ മാത്രമേ കണ്ടുള്ളൂ. പിന്നെ അതിനെ തല്ലിക്കൊന്നാണ് കൊച്ചു സ്ലൈമൊക്കെ അതിനെയും തല്ലിക്കൊന്ന് അവസാനം ഈ ഒരു 11 സ്ലൈമും കിട്ടി. പക്ഷെ ഇതൊന്നും പോരായിരുന്നു. ഞാൻ കുറച്ചും കൂടി പ്രതീക്ഷിച്ചിട്ടാണ് പോയത്. പക്ഷെ അതൊന്നും കിട്ടിയില്ല. കുഴപ്പമില്ല, നമുക്ക് ഇനിയും പോവാം. നമുക്ക് ഇനിയും പോയി അവിടെ പോയി സ്ലൈമും കാര്യങ്ങളൊക്കെ എടുത്തോളാം.
എന്തായാലും അത് ഇതേപോലെ എപ്പിസോഡാക്കാൻ നിൽക്കുന്നില്ല. അത് ഞാൻ ഓഫ് ക്യാമറ വല്ലുമ്പോൾ എടുത്തോളാം. അതേപോലെ തന്നെ ഈ ഒരു സ്ലൈം ബോളിന് വേണ്ടി ഞാൻ ഇപ്പോൾ പോകാൻ കാരണം എനിക്ക് ആ ഒരു സ്റ്റിക്കി പിസ്റ്റൺ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. നമ്മളിപ്പോൾ ആ സ്റ്റിക്കി പിസ്റ്റൺ വെച്ച് എന്തെങ്കിലും ഫാം ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോഴാണ് നമ്മൾ ഓർക്കുന്നത് നമ്മുടെ കയ്യിൽ സ്ലൈം ബോൾസ് ഒന്നുമില്ല. അപ്പോൾ പോയി ഈ ഒരു സ്വാമ്പ് കണ്ടുപിടിച്ച് അവനെ പോയി കൊല്ലുന്നതിൽ നല്ലതല്ലേ. ഇപ്പോഴേ തന്നെ ആ ഒരു സ്വാമ്പ് കണ്ടുപിടിച്ച് ഇതേപോലെ കുറച്ച് ആ ഒരു സ്ലൈം ബോളും കാര്യങ്ങളൊക്കെ കയ്യിലെടുത്ത് വെച്ചേക്കുന്നത്. അതാകുമ്പോൾ പിന്നെ അപ്പം നമുക്ക് ആ ഒരു ധൃതിക്ക് ഇതേപോലെ പെട്ടെന്ന് പോകേണ്ട കാര്യമില്ലല്ലോ. ഇപ്പം നമ്മുടെ കയ്യിൽ കുറച്ച് സ്ലൈം ബോൾ ഉള്ളത് കൊണ്ട് തന്നെ ഇതിപ്പോൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ നമ്മളിപ്പോൾ വെറുതെ ഇരിക്കുന്ന ടൈമിലോ വല്ലതും നമുക്ക് പതിയെ സാമ്പിൽ പോയിട്ട് ഇതേപോലെ സ്ലൈം ബോൾസ് കളക്ട് ചെയ്താൽ മതി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ നേരത്തെ തന്നെ കുറച്ച് കളക്ട് ചെയ്ത് കൈ വെച്ചേച്ചത്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിന് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.